തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രം സൃഷ്ടിച്ച് ബി.ജെ.പി. അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്. വികസിത അനന്തപുരിയിൽ അത്രയും പ്രതീക്ഷയാണ് അവർക്ക്. അഴിമതിരഹിത ഭരണം ഉറപ്പാണെന്നും അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇടതുഭരണത്തെ തൂത്തെറിഞ്ഞ അനന്തപുരിയുടെ ഭരണം താമരക്കൈകളിലെത്തുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് തലസ്ഥാന നിവാസികൾ. ബി.ജെ.പി. ഭരണത്തിൽ എല്ലാം ഭദ്രമായിരിക്കുമെന്നാണ് ഏവർക്കും പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ പ്രതീക്ഷയാണ് ബി.ജെ.പി. ഭരണത്തിൽ വരണം. ഇനി കേരളം മൊത്തത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇടത് വലത് മുന്നണികൾ ഇരുവരും ഒരു ഒറ്റക്കെട്ടാണ്, ഒരു ഇന്ത്യ മുന്നണിയാണ് ഇരുവരും. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമായി ഈ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ്. വർഷങ്ങളായി കോർപ്പറേഷൻ ഭരിച്ചവർ സ്വന്തക്കാർക്ക് വേണ്ടിയല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ജനങ്ങൾ പറയുന്നു. വൻ പ്രതീക്ഷയാണ്, നല്ലൊരു പ്രതീക്ഷയാണ്. ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് നല്ലൊരു വികസന കുതിപ്പാണ് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പ് നൽകുന്നത്. മാത്രമല്ല ഇനി ഈ നഗരം നമ്മുടെ മെട്രോ സിറ്റി പോലെയുള്ളൊരു നഗരമായി മാറാം. ഭാരതീയ ജനതാ പാർട്ടി വികസനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുള്ളൊരു വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നടപ്പിലാക്കുന്നത്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ അധികാരത്തിലെത്തുമ്പോൾ വികസിതാനന്തപുരി എന്ന വാഗ്ദാനത്തിൽ ഒരുപാട് പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അഴിമതിരഹിത ഭരണം അതാണവർ കാത്തിരിക്കുന്നത്. ഒരു ഒഴുക്കാണ് കേരളത്തിൽ അങ്ങോളം ഉണ്ടാവുന്നത്. ഇരു മുന്നണിയെയും അപ്പോൾ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ ഒരു സെമി ഫൈനലാണ്. ഇനി 2026 ആവുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ മുമ്പിട്ട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുമെന്നാണ് 100% ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബി.ജെ.പി. ഒരു അധികാരത്തിൽ വന്നാൽ എല്ലാം ആൾക്കാർക്കും നാട്ടിനും നന്മയുണ്ടാവണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സമയത്ത് പകുതി പേര് വെട്ടി തിരിച്ചുള്ള പോക്കുകളാണ് പോണത്. 100 വാർഡുള്ളിടത്ത് 101 വാർഡാക്കി കുറച്ചാണ് നമ്മൾ 101ാമത്തെ വാർഡിലാണ് നമ്മൾ സ്ഥാനാർത്ഥി രാജേന്ദ്രൻ ജയിച്ചത്. അതാണ്. അതായത് ഒരു അധികാര മാറ്റത്തിലൂടെ ജനങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നടക്കുമല്ലേ? നടക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ ബി.ജെ.പിയിലായത്. അത്ര ദ്രോഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒരിക്കലും ഇത് വരരുത്. ഇത്രയും ഞങ്ങൾ പറയണുള്ളൂ. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ഇനി ആകാംക്ഷ ആരാകും മേയർ എന്നാണ്. എന്നാൽ ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നയിക്കുന്നതാരായാലും ജനക്ഷേമ ഭരണം ഉറപ്പാണ്. ജനം, തിരുവനന്തപുരം.